ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിങ്ക പ്ലാന്റ് അല്ലെങ്കിൽ നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന ആ പ്ലാന്റിനെ ഒരു മരം രൂപത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ബോട്ടിലിൻ്റെ അടിഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഒരു കമ്പി ചൂടാക്കിയ ശേഷം അടിഭാഗത്ത് ഓട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 5 ഓട്ടകളെ ഇടുന്നുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ വിങ്ക പ്ലാന്റിൻ്റെ കമ്പുകൾ കുറവാണ്. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി വിങ്ക പ്ലാന്റിൻ്റെ കമ്പുകൾ ഉണ്ടെങ്കിൽ കുറച്ച് ഏറെ ഓട്ട അതിലിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് വിങ്ക കട്ട് ചെയ്തെടുക്കാവേ. ഞാൻ ഇവിടുന്ന് ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഇവിടുന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് കളയാവേ. ഇതിൻ്റെ അടിഭാഗത്തെ ലീഫെല്ലാം ഒന്ന് ഊരിക്കളയാവേ. അതെല്ലാം ഊരിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുറേ വിങ്ക ഉണ്ടെങ്കിൽ കുറച്ച് തണ്ടുകൾ കൂടി എടുക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ ഇതുപോലെ കറ്റാർ വാഴയുടെ ഒരു കമ്പെടുത്ത് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാവേ. നിങ്ങളുടെ കയ്യിൽ റൂട്ടഡ് ഹോർമോൺ ഉണ്ടെങ്കിൽ അതായാലും മതിയേ. ശേഷം ഈ ബോട്ടിലിൻ്റെ ഓട്ടയിൽ കൂടി ഇതുപോലെ എല്ലാ കമ്പുകളും ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാവേ. കുറച്ച് കമ്പുകൾ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേ. ബോട്ടിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാമായിരുന്നേ. എൻ്റെ കയ്യിൽ അത്രയും കട്ടിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് കട്ടിങ്സ് മാത്രം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി കട്ടിങ്സ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആ ബോട്ടിൽ മറയുന്ന രൂപത്തിൽ കട്ടിങ്സ് നിങ്ങൾക്ക് എടുക്കാവേ. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ത്രെഡ് വെച്ച് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പോട്ടിലോട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളിടുന്ന പോട്ടി മിക്സ് ഏതാണെന്നാൽ അത് എടുക്കാവേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുപ്പിയുടെ ഉള്ളിലോട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാവേ. ജസ്റ്റ് ഇതൊന്ന് അകത്തിയ ശേഷം ഇത് നിറച്ചും മുഴുവനായിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ചട്ടിയുടെ ഉള്ളിലോട്ട് അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇത് നിറച്ച് കമ്പൊക്കെ കുത്തി സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു ബുഷി പ്ലാന്റ്, അതായത് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല മരം പോലെ തന്നെ സെറ്റായിരിക്കുവേ. ഇനി അടിയിൽ നിന്ന് കൊമ്പുകൾ വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇത് ഞാനിവിടെ ഇതുപോലെ ഒന്ന് നിറച്ച് സെറ്റാക്കി ഇതിൽ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ നിത്യകല്യാണി, ആദം ഹൗവ എന്നൊക്കെ ഈ ചെടിയെ വിളിക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചെടിയെ വിളിക്കാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാവേ. ഇതിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തെ അടപ്പൊന്ന് ഊരിയെടുക്കാവേ. മുകൾ ഭാഗത്തു കൂടി ആ ബോട്ടിലിൽ കൂടി ഒരു തണ്ട് കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. മുകൾ ഭാഗം അല്ലെങ്കിൽ ബുഷി പോലെ ഇരിക്കില്ല. 1 or 2 തണ്ട് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടി സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു തണ്ട് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളേ. നിങ്ങളും ചെടികളെ ഇതുപോലൊക്കെ പല വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ അടിയിലെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലാസ്റ്റ് രൂപമേ. കാണാൻ നല്ല രസമുണ്ട്. ഈ ചെടിയൊക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് കുറച്ചുകൂടി കമ്പുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ബുഷി ആയിട്ട് നിൽക്കുവേ. എൻ്റെ കയ്യിൽ കമ്പ് കുറവായത് കൊണ്ടാണ് ഞാൻ ഇത്രയും കമ്പുകൾ വെച്ച് സെറ്റ് ചെയ്തത്. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.